ഹായ് ഫ്രണ്ട്സ്, ജെബീസ് ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നൂഡിൽസ് എല്ലാം ഇഷ്ടമാണല്ലോ. കുട്ടികൾക്കും വലിയവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് നൂഡിൽസ് അല്ലേ. നമുക്കിന്നിവിടെ ഹോം മെയ്ഡ് നൂഡിൽസ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു ബൗളെടുത്ത് അതിൽ 2 കപ്പ് ആട്ടപ്പൊടി ഇടുക. അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, ഞാനിവിടെ 1/2 സ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. 1 സ്പൂൺ ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണയല്ല, സാധാ റിഫൈൻഡ് ഓയിലാണ് വേണ്ടത്. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഒന്നിച്ചൊഴിച്ചാൽ ബാറ്ററി ലൂസായി പോവും. നന്നായി കുഴക്കുക. ചപ്പാത്തി പരുവത്തിലാണ് കുഴക്കേണ്ടത്. സോഫ്റ്റ് ആകുന്നവരെ നന്നായിട്ട് കുഴക്കണം. ഒരു പ്ലെയിനായ സ്ഥലത്തിട്ട് നല്ലോണം സോഫ്റ്റ് ആകുന്നവരെ നന്നായി കുഴക്കുക. കുഴച്ചതിന് ശേഷം സോഫ്റ്റ് ആയോന്ന് അറിയണമെങ്കിൽ നന്നായി കുഴച്ചതിന് ശേഷം അതിലേക്ക് ഒന്ന് അമർത്തി നോക്കിയാൽ മതി. വിരലിട്ട് അമർത്തുമ്പോൾ ഒരു ഹോളാകുന്നുണ്ടാവും. അതാണ് അതിൻ്റെ പരുവം. ഇനി സേവനാഴി എടുത്ത് അതിലേക്ക് മാവ് മാറ്റാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം ആവശ്യത്തിന്. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 സ്പൂണ് ഓയിൽ ഒഴിക്കാം. അതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം തിളച്ചാൽ അതിലേക്ക് സേവനാഴിയുള്ള മാവ് ചുറ്റിച്ച് കൊടുക്കാം. നൂൽപുട്ടൊക്കെ ആക്കുന്നത് പോലെ അതേപോലെയാണ് ചെയ്യേണ്ടത്. അരിപ്പൊടി പോലെ പെട്ടെന്ന് ഇത് വിട്ട് വരില്ല. അത് ആട്ടപ്പൊടി ആകുമ്പോൾ കുറച്ച് ബലം ഉണ്ടാവും. ഇതിന് കുറച്ച് ബലം പ്രയോഗിച്ചിട്ട് വേണം ഇത് അമർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. തിളച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഓരോന്നും വിട്ട് വരുന്നതായിട്ട് കാണാം. വേവ് നോക്കാൻ വേണ്ടി ഒരു അരിപ്പയിൽ എടുത്ത് വെച്ച് ഒന്ന് അമർത്തി കൊടുത്താൽ കണ്ടോ പകുതിയാകുന്നുണ്ടാവും. അതാണ് അതിൻ്റെ വേവ്. സാധാരണ നൂഡിൽസിൻ്റെ വേവ് നോക്കുന്നില്ലേ നമ്മൾ, അതേപോലെ തന്നെയാണ്. വെന്ത് കഴിഞ്ഞാൽ അത് അരിപ്പയിലേക്ക് മാറ്റാം. അതേപോലെ എല്ലാം കോരിയേക്കാം. കണ്ടോ ഓരോന്നും വിട്ട് വന്നിട്ടുണ്ട്. ഇനി വീണ്ടും അടുത്ത ബാച്ച് ഇടാം. വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതിലേക്ക്. അത് മുങ്ങും വിധം വെള്ളം വേണം. നിങ്ങൾ കുറച്ച് വലിയ പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ മതി. എൻ്റെത് കുറച്ച് ചെറിയ പാത്രമാണ്. കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ച് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതും അതേപോലെ അരിപ്പയിലേക്ക് മാറ്റി തണുത്ത വെള്ളം അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. സാധാരണ നമ്മൾ ഈ നൂഡിൽസ് കടയിൽ നിന്ന് വാങ്ങിയ നൂഡിൽസൊക്കെ ചെയ്യുന്നത് പോലെ അതിൻ്റെ പശപ്പുണ്ടല്ലോ, ഒട്ടിപ്പിടിക്കുന്ന പോലെയില്ല, അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം. കണ്ടോ ഓരോന്ന് വേറെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി വെജിറ്റബിൾ നൂഡിൽസ് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായി മെൽട്ടായി കഴിഞ്ഞാൽ 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു വലിയ ഉള്ളി, നമ്മളെ നാട്ടിൽ ഉള്ളി എന്ന് പറയല്ലേ, നിങ്ങൾ സവാള എന്നായിരിക്കും പറയല്ലേ, കുറച്ച് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നീളത്തിൽ മുറിച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കുക 1 കപ്പ്. അതും ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് ചെറുതായി മുറിച്ച ക്യാപ്സിക്കാണ്. നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾ അതിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം.
ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് സോസ് എല്ലാം ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. 2 സ്പൂണ് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. വിനെഗർ ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നൂഡിൽസ് ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി വഴറ്റി കൊടുക്കുക. കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, കാണാൻ തന്നെ എന്ത് രസമാണ്. നൂഡിൽസ് തയ്യാറായത് കണ്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചിക്കനും എഗ്ഗോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ വെജിറ്റബിൾ മാത്രമേ ചേർത്ത്. ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസാണിത്. നിങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.